ഹായ് ഗൈസ്, നിങ്ങളുടെ ബ്ലോഗിൻ്റെ ടൈറ്റിൽ കണ്ട പോലെ നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ്. സോ അതിൻ്റെ ഒരു ഇൻട്രോ ആയിട്ടൊക്കെയാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. ഐ വിൽ ഷോ യു ദ ജേർണി. Shangri, say hi to vlog. Hi. We are going to Tambanur Bistro. Yes. Yes. ഞങ്ങൾ വെയിറ്റിംഗ് ഫോർ ബസ്സാണ്. ഞങ്ങൾ ബസ്സിലിരിക്കുകയാണ്. ആകാശ് കുറേ നേരം കൊണ്ട് വീഡിയോ തോർക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഹായ് ഗായ്സ്, ഞാനിപ്പോഴത്തെ സൈഡിലോട്ട് ചാടി. Akshay, say hi to my vlog. Are you excited to meet Namimol? Chumayana guys, he's very excited. He's just shy. Guys, ഞങ്ങൾ കൊട്ടിയം എത്തി. Guys, we are waiting for auto. അല്ലേ ശിൽപ്പൻ? ശാന്തി auto. We are waiting for auto കാർത്തിക ഓട്ടോ. നമുക്ക് നമിമോൾ പറഞ്ഞു വിട്ടേക്കുന്നതാണ് കാർത്തിക ഓട്ടോ. ഇനി കാർത്തിക ഓട്ടോയിൽ കയറിയിട്ട് ബാക്കി സഞ്ചാരി ലൈഫ് കാണിക്കുന്നതായിരിക്കും. കാർത്തിക ഓട്ടോ തരുന്നുണ്ട്. ഹായ്, വീട്ടിലോട്ട് പോവുകയാണ്. കയ്യിൽ എത്തുന്ന ഒരു സിറ്റുവേഷൻ ഒരു വല്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. Hi guys, നോക്കൂ, we met Namimol. We are at കൊട്ടിയം. Yes, മയ്യനാട് കൊട്ടിയം. Yes, yes. കൊട്ടിയത്ത് വരുന്നവർ ഡിസ്ക്രിപ്ഷൻ. കൊട്ടിയത്ത് വരുന്നവർക്ക് നമിമോളുടെ വീട്ടിൽ വരാം. ഫ്രീ ഫുഡ് ആൻഡ് സ്റ്റേ. How are you? Are you excited for future father? Excited to see Namimol's friends വരാൻ പറഞ്ഞത്. Okay guys, നമുക്ക് ഫ്രഷ് ഫൈറ്റ് കാണാം. പറയൂ. Okay guys, ബാക്കി വിവരങ്ങൾ പിന്നെ. Hi guys, costume change. My hairdresser Namimol is straightening my hair. Kollam Kari is doing her job. Yes, നമ്മൾ ഒരാളുടെ വീട്ടിൽ പോയാൽ അവരെ എത്രയൊക്കെ പണി എടുപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ചെയ്യണം. ഗൈസ്, ക്യാമറ ക്വാളിറ്റിക്ക് ഡിഫറൻസ് തോന്നുന്നുണ്ടെങ്കിൽ അത് കൊല്ലംകാരുടെ ഐഫോൺ ആണ്. ഗൈസ് ഞങ്ങളിപ്പോ കാറിലാണ്. ആകാശിന്റെ മോൾ, അവിടെ ഒരു കുട്ടി ഫ്രണ്ടിൽ ഡ്രൈവർ ആൻഡ് ഡ്രൈവേഴ്സ് ഗേൾ ഫ്രണ്ട്. ഞങ്ങളിപ്പോൾ സാമ്പ്രാണിക്കുടി പോകുന്നു. മഴയാണെങ്കിൽ കണ്ടിട്ട് വരും, മഴയില്ലെങ്കിൽ അനുഭവിച്ചിട്ട്. സിംഗിൾ ആണെന്ന് പറയാൻ പറഞ്ഞു ഗൈസ്. സിംഗിൾ, റെഡി ടു മിങ്കിൾ, വെരി മച്ച് റെഡി ടു മിങ്കിൾ, ടു മച്ച് റെഡി ടു മിങ്കിൾ. പക്ഷെ സിഗ്മയാണെന്നാണ് വിചാരം. ആൽഫമയിൽ നിന്നാണ് പറഞ്ഞത്. ഇതൊന്നും ഞാൻ പറയത്തില്ല, ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് പറയുന്നതാണ്. ആരും പറഞ്ഞു തരുന്നതല്ല കേട്ടോ ഗൈസ്, അല്ലേ? അവർക്ക് എന്നെ കണ്ടിട്ട് തോന്നിയതാണ്, അല്ലാണ്ട് ഞാൻ അങ്ങനെയൊന്നുമല്ല. You can. Yeah. So നമ്മൾ മഴയില്ലെങ്കിൽ സാമ്പ്രാണിക്കുടി ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ പുറമെ എങ്ങനെയാണ് സാമ്പ്രാണിക്കുടി ഇതിനകത്ത് പാട്ട് കേൾക്കാതെ നമ്മൾ സാമ്പ്രാണിക്കുടി എത്തി. ദാണ്ട് ഇവിടെ കുറെ താറാവ് കൂട്ടങ്ങൾ, അവിടെ വെള്ളം, കായൽക്കത്ത്. This is Shangri and that's Shilpa. ശില്പയുടെ ചെരുപ്പ് ഞാൻ അടിച്ചു മാറ്റി ഗൈസ്. ശില്പ ഇച്ചിരി ഹോംലെസ് ആണ്. ഇത് വ്ലോഗ്, ഇത് ഞങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യും. ഇടയ്ക്ക് ക്ലിയർ, ഇടയ്ക്ക് നല്ല ക്യാം. സോ വി ആർ ചില്ലിങ് ഇൻ സാമ്പ്രാണിക്കൊടി. വി ആർ എക്സ്പ്ലോറിങ് സാമ്പ്രാണിക്കൊടി. ഓക്കെ ഗൈസ്, നല്ല അപ്പിക്കാൻ പറ. ഞാനിവിടെ വെള്ളം നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഴയിൽ എല്ലാവരും ഫോട്ടോഷൂട്ട് നടത്തുന്നു. ഞാനും നടത്തി ഒരെണ്ണം. അതാണ്ട് ഇവിടെ കപ്പിൾ ഫോട്ടോഷൂട്ടാണ്. നോക്കൂ ഗൈസ്, സേവ് ദ ഡേറ്റ് വേണമെങ്കിൽ ആകാശിനെ കോണ്ടാക്ട് ചെയ്യാം. ഇവിടെ മഴ നനഞ്ഞ് സാഡായിട്ടിരിക്കുന്ന ശില്പൻ. ശങ്കരി ഇങ്ങനെ തലയിൽ കൊട്ടയൊക്കെ വെച്ച് ഞാൻ നല്ല അന്തസ്സായിട്ട് നനയുന്നുണ്ട്. നോക്കൂ എൻ്റെ കണ്ണാടിയൊക്കെ. നമുക്ക് പക്ഷെ നല്ല കായലായിരിക്കത്താണ് ഗൈസ്. നമ്മൾ മഴയില്ലായിരുന്നെങ്കിൽ നല്ല വൈബായിരുന്നേനെ. ഐ വുഡ് സജസ്റ്റ് യു ടു കം ആഫ്റ്റർ ലുക്കിംഗ് ദ വെദർ റിപ്പോർട്ട്. ബട്ട് ഇറ്റ്സ് നൈസ് കായൽ. വെള്ളത്തിൽ പോലടാ. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ചിലർ വെള്ളത്തിൽ വീഴുന്നു ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നോക്കൂ ഗൈസ്, ഇതാണ് ഇവിടെ. എന്നാലും ഞാൻ ഇച്ചിരി മഴയില്ലാത്ത സ്ഥലത്ത് പോയി നിൽക്കട്ടെ, ഇല്ലെങ്കിൽ മഴ നനഞ്ഞ് നല്ല അപ്ഡേറ്റ്. കുറച്ച് സാമ്പ്രാണിക്കൊടി റിവ്യൂസ് പറയുക. ഞങ്ങൾ ശരിക്കും അകത്ത് ഇറങ്ങാന്ന് പറഞ്ഞാണ് വന്നത്, പക്ഷേ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഒരു 4/10. പക്ഷെ ഒരു വ്യൂ കൊള്ളാം, കാരണം മഴ ആ ഒരു ക്ലൈമറ്റ് ഉള്ളതുകൊണ്ട് ആ വ്യൂ കൊള്ളാം, അതുകൊണ്ട് 4/10.
ശങ്കരിയോട് ചോദിക്കും. അവൻ റിപ്ലൈ തരാറില്ല, വ്ലോഗ് ആയതുകൊണ്ടാണ് തോന്നുന്നു. ഒഫീഷ്യൽ വ്ളോഗ് ആയതുകൊണ്ട് മാത്രം. ഓക്കെ, വാട്ട്സ് യുവർ റിവ്യൂ? ഞാൻ സജസ്റ്റ് ചെയ്ത സ്ഥലം എന്നിട്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങും. ദാറ്റ്സ് ടിപ്പിക്കൽ ശങ്കരി. ബീച്ച് സജസ്റ്റ് ചെയ്യും, പക്ഷെ വെള്ളത്തിൽ ഇറങ്ങൂല, മണലിൽ ഇരിക്കൂല. ഡോണ്ട് ബി ലൈക്ക് ശങ്കരി. ഓക്കെ, ബൈ. ഇതാണ് ഈ ജനറേഷൻ്റെ കുഴപ്പം. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു തരം കൂട്ടുകാരാണ് എനിക്കുള്ളത്. കണ്ടോ ഗൈസ്? അവിടെ നമിത അന്തസഹിച്ചിരിക്കുന്നു. ഫോട്ടോയ്ക്ക് വേണ്ടി മഴ നനയാനും കുളത്തിൽ ചാടാനും വരെ തയ്യാറായ കുറച്ച് കൂട്ടുകാർ. ഈ സ്ഥലത്തിനെ പറ്റിയുള്ള റിവ്യൂ? ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്, പക്ഷെ മഴ കാരണം ചമ്മിപ്പോയി. അതുകൊണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് സ്കൈ ഒക്കെ കണ്ടോ ഗൈസ്? നല്ല സ്കൈ ആണ്. അപ്പൊ അതൊക്കെ എൻ്റെ അപ്പി ഫോണിലൊന്നും കാണില്ല. അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഹെയർ സ്റ്റൈൽ കൊള്ളാമല്ലോടാ. നല്ല രീതിയിലൊക്കെ വന്നേ, പക്ഷെ മഴ കാരണം പശു. എനിക്ക് നമിത കഷ്ടപ്പെട്ട് ഹെയർ സ്ട്രൈറ്റ് ചെയ്തതൊക്കെ കണ്ടു ഗൈസ്. മഴ കാരണം മഴ എല്ലാരെയും നല്ല രീതിയിലങ്ങ്. അക്ഷയ്ക്ക് ഈ സ്ഥലത്തിനെ പറ്റിയുള്ള റിവ്യൂ എന്താണ്? എന്റെയും വൈഷ്ണവിന്റെ മാത്രമേ കൊള്ളൂ, വേറെ ഒരു ഫ്ലേവറും അടിപൊളി ട്രിപ്പിൾ ചോക്ലേറ്റ്. എന്തോ ഒരു സ്കീ ഐസ്ക്രീമിന്റെ അതിന് കൂടുതല. ആണ്. നമിത ഏത് ഫ്ലേവർ വാങ്ങിയ? റോസ് ബെർറി. അത് അടിപൊളി. ഇത് പുളികളാ. നിന്റെ ഫ്ലേവർ എങ്ങനെയുണ്ട്? ട്രിപ്പിൾ ചോക്ലേറ്റ്. റിവ്യൂ പറയൂ. ദിസ് ഈസ് ഗുഡ്. വാട്ട്സ് ദ ഫ്ലേവർ? നിങ്ങൾ എന്താ വാങ്ങിയത്? നമ്മള് വാങ്ങിയിട്ട് അതിന്റെ റിവ്യൂ കണ്ടിട്ടാണ് ഇവര് വാങ്ങിയത്. ഫേവറേറ്റ് ആയിരുന്നു. ഇത് നമ്മുടെ മാത്രം ഡിഷ്, അതാണ് അതിലേക്ക് ചേർന്നത്. കറക്റ്റ്. This is a very nice ice cream. Please do try it. My recommendation. ഈ ബ്രാൻഡിന്റെ പേര് ഡയറി ഡേ. ലോട്ട്സ് ഓഫ് ഫൺ. Yes, funny time, fun time. ഞങ്ങൾ സാമ്പ്രാണിക്കൊടി നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡാഡിയുടെ ബർത്ത്ഡേക്ക് ആയിട്ടുള്ള സ്റ്റഫ്സ് വാങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഡാഡി ഒരുക്കും. ഡാഡി ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി ഡാഡി നമ്മൾ ഒരുക്കും. അത് നമിത ഒരുക്കും. ഇപ്പോഴാണ് ശങ്കരി ഒന്ന് കാണുന്നത്. ഇതിനകത്ത് നമ്മുടെ സ്വന്തം കാത്തു, ശോഭന, ഡോട്ടർ ഓഫ് ശോഭ. ശോഭന ചന്ത സ്വഭാവം ചെറുക്കനെ കൊണ്ട് എവിടെ പോകാൻ കൊള്ളത്തില്ല. ഞങ്ങൾ കേക്കിന് ഓർഡർ ചെയ്തു. ചോക്ലേറ്റ് ട്രഫിൾ ആൻഡ് ബ്ലൂബെറി, ഐ ഗെസ് സോ. 2 എണ്ണം ഗായ്സ് ഫ്രം ബേക്ക്ഡ്. Now we are discussing lunch എവിടെ നിന്ന് കഴിക്കാമെന്ന്. എന്തോ വലിയ ഗൂഢാലോചന ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യുവാണ് ഗൈസ്. ഞാൻ വ്ലോഗ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുവാണ് ഗൈസ്. എസ്പെഷ്യലി ആകാശ് സി നായർ ആക്ട് ചെയ്ത് തിമിർക്കുവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോൾ ബാക്ക് ടു കാറാണ്. ഞങ്ങൾ മനു നോക്കിയപ്പോൾ ഓൺലി എക്സ്പെൻസീവ് ഐറ്റംസ് ആൻഡ് ഹെവി ഐറ്റംസ്. ഞങ്ങൾക്കൊരു ബുർഗീറായിരുന്നു വേണ്ടത്. അല്ല, ഗുഡ് ബൈ. അത് ഓക്കെ, എൻ്റെ അലബ ഫ്രണ്ട്സിനെ ഇഗ്നോർ ചെയ്യും. സോ നമ്മൾ നോക്കിയപ്പോൾ ഫുൾ ബുർഗീസ് ഒന്നും ഇല്ലായിരുന്നു. സോ ഞങ്ങൾ KFCയിലോട്ട് പോകുന്നു. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അത് ഓക്കെ, ഹായ് ഗായ്സ്, നിങ്ങൾക്ക് ഇപ്പം ക്യാമറ ക്വാളിറ്റി കൂടിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു ഐഫോൺ മാത്രം. ആരുടെ ഐഫോണ്? EMI വാങ്ങിച്ചു നമ്മുടെ ഐഫോൺ. അപ്പോൾ ഐഫോൺ അല്ലേ? അതെ, അത് അവനൊരു ഐഫോൺ ഉള്ളതുകൊണ്ട് ഗായ്സ്. പിന്നെ ആകാശാണ് കാർ ഓട്ടിക്കുന്നത്. ഇത് ആകാശ് പറയാൻ പറഞ്ഞതല്ല. മഴ മഴ കാണിച്ചു തരാം. മഴ പെയ്യുക. മഴ വന്നാൽ പൊട്ടിക്കൂടാ. ഹായ് ഗായ്സ്, ഇവിടെ മഴ മുടിഞ്ഞ മഴയാണ് ഗായ്സ്. നമ്മളിപ്പോ എവിടെയാണ്? ചിന്നക്കടയാണോ? നമ്മളിപ്പോ ചിന്നക്കടയിലുണ്ട്. ഞാൻ പറഞ്ഞപ്പോ നീ എന്താണ് പറഞ്ഞ പട്ടി? അപ്പൊ ഇവിടെ പറഞ്ഞ വലിയ കട ഗൈസ്. ഇതാണ് എന്റെ ഫ്രണ്ട്സിന്റെ സ്വഭാവം. ഓക്കെ, സോ ഞങ്ങൾ ഇനി മക്ഡൊണാൾഡ്സിൽ ആൻഡ് ഞങ്ങൾ ഇവിടെ ഫുഡ് കളക്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ എന്തോരം ഫുഡ് കഴിക്കുന്നു എന്ന്. പക്ഷെ അല്ല, ഞങ്ങൾക്ക് മാത്രമല്ല, ഗസ്റ്റ് വരും, അവർക്ക് കൊടുക്കാനാണ്. വൈകിട്ട് ജയകുമാറിന്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കണ്ടേ? അത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, വാച്ച് ദിസ് വ്ലോഗ് ഫുൾ. ഓക്കെ, ഈ വ്ലോഗ് തീർന്നില്ല. ഇനി ഞാൻ മക്ഡൊണാൾഡ്സ് കണ്ടിന്യൂ സൂൺ.
ഫ്രണ്ട്സ് തുണി മാറുന്ന പോലെ പ്ലാൻസ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നു നമുക്ക് ഷവർമ കഴിക്കാൻ പോകാമെന്ന്. സോ ഞങ്ങൾ ഷവർമ കഴിക്കാൻ പോകുന്നു. ബാക്കി അവിടെ പോയിട്ട് കാണിച്ചു തരാം. പെർഷ്യൻ മെയ്യോ മറ്റേ സാധാ മെയ്യും പോലെ എനിക്ക് പെർഷ്യൻ എനിക്ക് എനിക്ക് ടർക്കിഷ്. അക്ഷയ്ക്കും പേർഷ്യൻ വാങ്ങിച്ചോ. ഞങ്ങൾ അങ്ങനെ കേക്ക്സ് ആൻഡ് കേക്ക്സ് ഷവർമ കഴിക്കാൻ വന്നേക്കുവാണ്. എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ പോയി കഴിച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ ടർക്കിഷ് ഷവർമ, നീ ടർക്കിഷ്, ഷാങ്കിരി പേർഷ്യൻ. അവളുടെ ഡാഡി ദുഫായിലായുണ്ട്. ശില്പ ടർക്കിഷ് ആൻഡ് ദാറ്റ് ഗൈ ഫുൾ മീറ്റ്. അക്ഷയ് വന്നിരിക്കുന്നു. എവിടെയോ പുറത്ത് പോയിട്ട് നല്ല കണ്ണാപ്പിയായിട്ടുണ്ട് കാണാൻ. ആ നല്ല അപ്പി. മൈ ഉരുളക്കിഴങ്ങ്, മൈ ഡിയർ മുട്ട ആൻഡ് ഉരുളക്കിഴങ്ങ്. അവനിപ്പോൾ വരും. ഓക്കെ ഗായ്സ്, ഇതാണ് അവൻ ഉദ്ദേശിച്ചത്. ബൈ. ടർക്കിഷ് ഷവർമ is nice. Namita and Shangiri and Shilpa is having. Okay. അവർക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല ഗായ്സ്. They are waiting for shawarma. Sad faces. Hi guys, ഞങ്ങൾ ഷവർമ കഴിച്ചു. ഇനി ജയകുമാറിനുള്ള കേക്ക് വാങ്ങാൻ പോവുകയാണ്. 2 കേക്ക്സ് ആണ് ഗൈസ്. ബ്ലൂബെറിയും ബൈ വൺ ഗെറ്റ് അല്ലാണ്ട് പൈസ ഉള്ളതിന് കുഴപ്പമില്ല ഗൈസ്. നമ്മൾ കേക്ക് വാങ്ങി വീട്ടിലോട്ടല്ല, ഒരു കടയിൽ പോയി സാധനങ്ങളും കൂടി വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഞങ്ങൾ ഇനി കേക്കും വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ കേക്ക് നേരത്തെ കാണിച്ചായിരുന്നു. ഇതാണ് 2 കേക്ക്. ഇനി നമ്മൾ വീട്ടിൽ പോകും. ഞങ്ങളിപ്പം ബർത്ത്ഡേ സെലിബ്രേഷനിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുവാണ്. ദാണ്ട് ഇവൻ പട്ടിപ്പണി എടുക്കുവാണ്. ഞാൻ ഇന്ന് വ്ളോഗർ ആയതുകൊണ്ട് വ്ളോഗ് ചെയ്യുകയാണ്. സോ ഗൈസ്, ഐ ഷോ യു ഓൾ ദിസ് പ്രിപ്പറേഷൻസ് ആഫ്റ്റർ ഡൺ. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ബർത്ത്ഡേ പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആകാശ് സി നായർ. ശങ്കിരി ഒരുങ്ങുന്നു. ആകാശ് പണി എടുത്തുകൊണ്ട് പോകുന്നു. നമിത ഇതുവരെ റെഡി ആയില്ല ഗായ്സ്. ബർത്ത്ഡേ ഗേൾസ് ഡോട്ടർ, ബർത്ത്ഡേ ബോയ്സ് ഡോട്ടർ is not yet ready. She's as happy as she can. ഹായ് ഗായ്സ്, ഞങ്ങൾ അങ്ങനെ കേക്ക് വെട്ടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ റെഡിയായി പിള്ളേരൊക്കെ ബെഡിലിരിക്കുന്നു. ആ കുട്ടി ഒട്ടും റെഡി ആയിട്ടില്ല. ഷങ്ങിയുടെ കണ്ണിന് എന്ത് പറ്റി? ശില്പ എന്നെ അടിച്ചു ഗൈസ്. യെസ് അക്ഷയുടെ കണ്ണിന് പ്രതിഫലമായിട്ട് അവൾ എനിക്ക് കണ്ണെഴുതി തന്നു. നോക്കൂ. വാവ്, അക്ഷയ് ഡെഡായി. അക്ഷയുടെ കണ്ണും എന്തോ പറ്റിയായിരുന്നു. ബാക്കി ആൾക്കാരുടെ ഒരുക്കം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുത്ത് ഞാൻ ചെയ്ത് ക്യാമറ തിരിയേണ്ടതാണെന്ന്. അതാണ് കണ്ണിലെ മുറിവ്. എന്നെ കാണാൻ കൊള്ളത്തില്ല. ആണ് ഒരുങ്ങുന്ന പിള്ളേർ. ശില്പൻ ഇച്ചിരി മാറ്. അതാണ് ബർത്ത്ഡേ ബോയുടെ ഡോട്ടർ. ഈ ബ്ലൂ ഷർട്ട് വാസ് ദ ബംഗാളി and this is Shilpu and we are all getting ready for the birthday. Guys, നമ്മൾ കേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ബർത്ത്ഡേ ബോയ് ഉടനെ വരുന്നതായിരിക്കും. ഇതാണ് ഡെക്കറേഷൻ. ഇതൊക്കെയാണ് ഡെക്കറേഷൻസ്, ബലൂൺസ് ആൻഡ് നോക്കൂ, ആകാശ് സി നായർ, ചന്ദ്രന്റെ മോൻ. ഇതാണ് ബലൂൺസ്. വ്ളോഗ് എടുക്കണോണ്ട് വന്ന് ഹെൽപ്പ് ചെയ്യണല്ലേ? അറിയാടാ, ഒരു പണി എടുക്കാത്ത കുട്ടി. കേക്ക് കട്ടിങ് സെറമണി ഈസ് ബീങ് ടു ലേറ്റ്. ഏതോ ഒരു അമ്മൂമ്മ വന്നില്ല. അമ്മയ്ക്ക് അമ്മൂമ്മയായില്ലേ? അമ്മൂമ്മ വന്നില്ല. സോ വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് വൺ അമ്മൂമ്മ who all
വരച്ച്. ഹായ് ഗൈസ്, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കേക്ക് കട്ടിംഗ് സെറമണി കഴിഞ്ഞു അല്ലേ? ബർത്ത്ഡേ ഗേൾസ് ഡോട്ടർ, ഹൗ ഡു യു ഫീൽ? Girl is not. I think Shangri is right. This is guys, that's it. നമിത, എന്തായിരുന്നു നിന്റെ റിയാക്ഷൻ ഫോർ ആർ ഗിഫ്റ്റ്? ഗിഫ്റ്റ് കൊള്ളാം, കണ്ണാടി കൊള്ളില്ല, വലിയ കൊള്ളായിരുന്നു. അത് നിന്റെ മോന്തയിലുള്ള സാധനല്ലേ? പക്ഷെ മീനാക്ഷി ഉണ്ടല്ലോ, നമ്മൾ ശനിയാഴ്ച കൊടുത്ത് അവള് ഞായറാഴ്ച കഷ്ടപ്പെട്ട് അല്ല ശനിയാഴ്ച തന്നെ. We are appreciating Meenakshi's effort. I will link her IG below. ഫ്രൈഡേ നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്യണം, ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മളെ കൊടുത്ത്. അവള് സാറ്റർഡേ കൊണ്ട് അവളത് ഞാൻ രാവിലെ അയച്ചു, വൈകുന്നേരം അവൾ എനിക്ക് തിരിച്ചയച്ചു. കാരണം സൺഡേ അവള് ജോലിക്ക് അവളെ ഡെഡിക്കേഷൻ നോക്കണം നിങ്ങൾ. സാറ്റർഡേ കൊണ്ട് അവൾ ആ ഫ്രെയിം മറ്റേ ആ ഫോട്ടോ ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്ത് നമുക്ക് അയച്ചത്. പക്ഷെ അടിപൊളി എല്ലാവരും ഇഷ്ടം. അവളെ അച്ഛനും അമ്മയ്ക്കും ഫോട്ടോ ഇവിടെ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഇച്ചിരി ഓൾഡ് ഫാഷൻഡ് ഗേൾ ആയിരുന്നു. അപ്പൊ കണ്ണാടി പഴയ സ്പെക്കായിരുന്നു വെച്ചത്. ഇപ്പൊ കുറച്ച് എന്തോ ചിക്കായെന്നൊക്കെ അവൾ പറയുന്നു, അറിഞ്ഞോളൂ. അപ്പോ ആ കണ്ണാടി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. പക്ഷെ ആക്ച്വലി മീനാക്ഷി show her IG in the description box. Do follow her. Okay. കുടിച്ചിരുന്ന് പെപ്സി കുടിക്കുവാണ്. ഈ വീട്ടിലെ മെൻസ് ഒക്കെ ഒരു റൂമിൽ കയറി പെപ്സിയാണ് ഗൈസ്. ശില്പു കുലസ്ത്രീയെ പോലെ അല്ലേ നമ്മുടെ ശില്പു. ഞങ്ങൾ ഇവിടെ നമിതയുടെ ബാക്ക് യാർഡിൽ ചിൽ ചെയ്യുവാണ്. അവിടെ കുറെ കോഴികളുണ്ട്. ഇവരുടെ മെയിൻ ജോബ് കോഴി കൃഷിയാണ്. ഒരു കോഴി വീഡിയോ എടുക്കുന്നു. ഞാൻ എന്നിട്ട് ഇപ്പോൾ ട്രിം ചെയ്യാം. നമിത ഇവിടെ കുറെ നേരം കൊണ്ട് ഫാൻ ഇടാൻ നോക്കുന്നു. അക്ഷയ് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നു, ഫ്ലെക്സ് ചെയ്യുന്നു. ഇതൊന്നും കുഴപ്പമില്ല, ഞാൻ ഫ്ലെക്സ് ചെയ്താൽ മാത്രമേ ഫ്ലെക്സ് ചെയ്യും. ഹായ് ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിച്ചു. നീ എല്ലാവർക്കും പൊതിഞ്ഞു കൊടുത്ത നമിതയുടെ അച്ഛനക്ക് ബീച്ചിൽ പോകാനുള്ള പെർമിഷൻ ചോദിക്കാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും ബീച്ചിൽ പോവാണ്. ഇനി ബാക്കി ബ്ലോഗ് എന്റെ സോപ്പിടൽ വീഴാത്ത ആരുമില്ല. ഇന്നിപ്പോ ഞാൻ സോപ്പിട്ട് നമിതയുടെ അച്ഛനെ വീഴ്ത്തി. എന്റെ വ്ലോഗ്, എന്റെ വീഡിയോ, എന്റെ ചാനൽ. ഹായ് ഗായ്സ്, ഞങ്ങൾക്ക് ബീച്ചിൽ പോകാനുള്ള പെർമിഷൻ കിട്ടി. ഞങ്ങളെല്ലാരും ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമിതയുടെ ഫോണിൽ ബാക്ക് ക്യാമറയാണ് എടുത്തിരിക്കുന്നത് ഗായ്സ്. അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ഡ്രൈവർ നേരത്തെ ഒരാളെ കൊല്ലാൻ നോക്കി ഗായ്സ്. ബാക്കി സീൻസ് റൊമാൻസ് കാണുന്നുണ്ടോ നിങ്ങൾ ഇവിടെ? ആണ് ഗൈസ് റൊമാൻസ്. ഇത് കണ്ടിരിക്കുന്ന കുറച്ച് സിംഗിൾ പിള്ളേര്. ഞങ്ങൾ ബീച്ചിലെത്തി. ഹായ് ഗായ്സ്, ഞങ്ങൾ ബീച്ചിലെത്തി. അക്ഷയ് എന്തോ സാധനം വാങ്ങാൻ പോയിക്കുന്നു, കൂടെ ശില്പയും നമിതയും പോയിക്കുന്നു. ഇവിടെ ഈ 2 കിഡ്സ് ഉണ്ട്. കൊല്ലം ബീച്ചിൽ ഞാൻ മഴ നനഞ്ഞ് എൻ്റെ കൊല്ലം രാത്രി ദിനങ്ങൾ എന്നെ തേച്ച പോലെയുണ്ട്. അതെ, ഇതൊക്കെ എല്ലാവരും വൈബ്. എന്തെങ്കിലും പറയാനുണ്ടോ? കൊല്ലം ഡേ വാസ് സൂപ്പർ. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഇനിയാണ്. നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് വീഡിയോ തയ്യാറാക്കാൻ പോകുകയാണ് ഞങ്ങൾ. ഹായ് ഗൈസ്, അവള് പോയി, ഞാൻ മാത്രം.
Guys, I have some crazy friends. Please deal with this. I am sorry. Hi guys, മഴ നനഞ്ഞു. How is yes, അമ്മ നല്ല മഴ എനിക്ക് നല്ല രീതി നിങ്ങൾ എന്നെ നോക്കൂ ഗൈസ്. കുളിച്ചിറങ്ങി ഇങ്ങനെയാണോ നമുക്ക് ഒരാളെ വീട്ടിൽ ക്ഷണിച്ചിട്ട് പ്ലാൻ വെച്ചുകൊണ്ട് പോകുന്നത്? ഇങ്ങനെ ഗൈസ് നിങ്ങൾ ചോദിക്കണം കമന്റ് സെക്ഷനിൽ, ഇങ്ങനെയാണോ ഒരു ഹോസ്റ്റ് ചെയ്യേണ്ടത്? അവരല്ലേ, ഞാൻ അവരാന്ന് വിചാരിച്ചു. ശില്പ വല്ലവരുടെ വണ്ടിയിലൊക്കെ കൈ കാണിച്ച് നിൽക്കുന്നു, എനിക്കറിയത്തില്ല. ബട്ട് ഗൈസ് ദിസ് വാസ് മെമ്മറബിൾ. ഇറ്റ്സ് ഫൈൻ. ഞാനില്ല. അയ്യോ ശില്പ നോക്ക്, ശില്പ ഫ്രഷ് ആയിട്ടിരിക്കുന്നു ഗൈസ്. Hi guys, Akash, what's your experience about today's day? കിടിലം മഴ നനഞ്ഞു, അടിപൊളി വൈബ്. കൊല്ലം ബീച്ചിൽ വന്ന് നമ്മൾ നല്ല അടിപൊളി മഴയും നനഞ്ഞു. അക്ഷയ്ക്ക് എന്താ അഭിപ്രായം ഇന്നത്തെ രാത്രിയെ പറ്റി? എന്താണ് അഭിപ്രായം ഇന്നത്തെ രാത്രിയെ പറ്റി? മഴയൊക്കെ നനഞ്ഞ്. ഇതാണ് ഗൈസ് അക്ഷയുടെ റിവ്യൂ. അങ്ങനല്ല ബ്ലോഗ് എടുക്കുന്നത്. സോ ഗൈസ്, ഞങ്ങൾ ഇവിടെ ഒരു ചായ കുടിക്കാൻ ചായക്കറി. എല്ലാവർക്കും എന്റെ കണ്ടന്റിൽ വരാൻ ഭയങ്കര താല്പര്യം. ഞങ്ങളൊരു ചായക്കട വന്ന് നിൽക്കുവാണ് ഗൈസ് ചായ കുടിക്കാനായിട്ട്. ചായ കുടിച്ചിട്ട് വീട്ടിൽ പോയി അമ്മയുടെ വായുള്ളത് കേൾക്കുന്നതിന് പറ്റുമെങ്കിൽ ബ്ലോഗിൽ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇവക്ക് ഞാനാണ് കുറച്ച് മോട്ടിവേഷൻ കൊടുത്ത യൂട്യൂബ് ചാനൽ ഹായ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ ബീച്ചിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ടെത്തി. എങ്ങനെയുണ്ടായിരുന്നു ബീച്ച് ഡേയ്സ്? നനഞ്ഞ കോഴിയായി തന്നെയല്ല. ഞാൻ ഇനിയിപ്പോ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം. അൺടിൽ ദെൻ ഇപ്പം ഒരു നെക്സ്റ്റ് വീഡിയോ ഷൂട്ടിംഗ് പ്രോസസ്സിൽ പോവുകയാണ്. അതാണ് ഞാൻ ഔട്ട്ഫിറ്റ് ഒക്കെ ചെയ്തത്. ദേ ആർ മൈ കോണ്ടന്റ്സ് അല്ലേ ഗൈസ്? 3 കോണ്ടന്റ്സ് അവിടെ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നു. ഒരു കോണ്ടന്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. സോ ആ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹായ് ഗൈസ്, ഞാൻ ആക്ച്വലി നെക്സ്റ്റ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തായിരുന്നു ഗൈസ്. ഗൈസ്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ? ഗൈസ്, എന്തായാലും ഗുഡ് നൈറ്റ് മൂഡ് ആയിട്ടുണ്ട്. നാളെ രാവിലെ എണീക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എനിക്കറിയത്തില്ല ഗൈസ്, എന്തായാലും ഈട്ടൊന്നും കണ്ടുപിടാം. എന്റെ ബോയ്സ്, നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാ കപ്പിൾസും ഉണ്ട്. കപ്പിൾ 1 അതൊരു നോൺ ലിക്വിഡ് ഗൈസ്. സോ ഞങ്ങളിപ്പോ ഉറങ്ങാൻ പോവുകയാണ്. ഇനി എന്തെങ്കിലും നടന്നാൽ ഞാൻ ഉറപ്പായിട്ടും ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും. Until then, bye. ഞങ്ങൾക്ക് ബാക്കി ഉറങ്ങുന്ന ആൾക്കാരുണ്ട് മുകളിൽ. ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞങ്ങൾ ഉറങ്ങത്തില്ല. പക്ഷെ എന്താ ചെയ്യാൻ പോകാൻ എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയാലോ, അതുകൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചില്ല. ഇനി നാളെ മോർണിംഗ് വ്ലോഗ്സും കൂടി ഉണ്ട്. അതിൽ ഞാനില്ല, ഇവർ പോകും. ടാറ്റ പറയുന്നവരുണ്ട്. അപ്പം ഇന്നത്തെ ഡേ ഇവിടെ അവസാനിക്കുമായിരിക്കും. ഇനി വല്ല സ്പൈസി നടന്നാലും bye guys. Next day we are off to Trivandrum. How do you feel, Namimol? Very happy. How do you feel, August and I going back home? Okay guys, അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ ആൾക്കാരുടെ ഒപ്പീനിയൻസ് മുറിച്ച് ചോദിക്കാം. ഇവിടെ how do you feel going back home? How do you feel going back home? So sad. This girl കുറച്ച് ഈ മാസം മൊത്തം വീട്ടിൽ നിന്നിട്ടില്ലെന്നാണ് എൻ്റെ നിഗമനം. ഇച്ചിരി സഞ്ചാരിയാണ് ഗൈസ്, ഒരു കുട്ടി സഞ്ചാരിയാണ്. കുളത്തിൽ
ഞങ്ങൾ നമിതയുടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. നമ്മളിനി ബസ് സ്റ്റോപ്പിലാണ് പോകുന്നത്. നമിത ഇസ് എ ബിറ്റ് ഹോംലെസ് ഗൈസ്. നമ്മളെല്ലാവരും പോവുകയാണ്. നമിത ബായ് പറയൂ. ബൈ ബൈ. ഹായ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. എല്ലാവരും ഉണ്ട്. ആക്ച്വലി പാസ് പൊസിഷൻ ആ കോർണറിൽ ഒരു ശങ്കയും ഫ്രണ്ടിൽ അക്ഷയും. പക്ഷേ ന്യൂ ഡ്രൈവറാണ് ഗൈസ്. Guys, that's Namida's daddy who celebrated his 60th birthday yesterday. Hi guys, ഞങ്ങൾ KSRTC കയറി. ഞങ്ങൾ ഓഫ് ടു ഹോം ആണ് ഗൈസ്. ഇച്ചിരി കുലുക്കുന്ന KSRTC ബസ്സായതുകൊണ്ട് കൂടുതൽ വ്ളോഗ് ചെയ്യാൻ പറ്റത്തില്ല. സോറി ഗൈസ്. ഹായ് ഗൈസ്, ഞാനിവിടെ വോയിസ് ഓവർ ചെയ്യുകയാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു ഓട്ടോ റൈഡ് അല്ലായിരുന്നത്. വളരെ സ്ലോമോയിൽ പോകുന്നൊരു ഓട്ടോ റൈഡായിരുന്നു. ഞങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വീടെത്തി. വ്ളോഗ് അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. ഇഫ് യു ഡു ലൈക്ക് മൈ കോണ്ടൻറ്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഗൈസ്.